സി ഞാൻ PPP പ്രൊജക്റ്റിനെ പറ്റി ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 25 കൊല്ലം മുമ്പ് PPP പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തൊരു സ്റ്റേറ്റാണിത്. ഞാനും ബഹുമാനപ്പെട്ട MP KV തോമസ് മാഷൊക്കെ ഞങ്ങൾ പ്രൊമോട്ടർ ഡയറക്ടർ ആണ് കൊച്ചിൻ എയർപോർട്ടിൽ. അത്രയും ദീർഘദർശനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് 21ാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് പോണില്ല. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട, എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി ആ അജണ്ടയാണിപ്പോ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ വേറെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, ഒരാൾ തന്നെയാണ് മാധ്യമ നിരീക്ഷകൻ, ഒരാൾ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരേ ആൾ തന്നെയാണ് എൻവയറമെന്റലിസ്റ്റ്, വേറൊരാൾ തന്നെയാണ് എക്കണോമിസ്റ്റ്. ആള് വന്നിട്ട് ചർച്ച ചെയ്യിപ്പിച്ച് ഇവിടെ നിന്ന് ആൾക്കാരെ ഓട്ടി പറഞ്ഞ. അല്ല, ഒരു കാര്യം, ഒരു മിനിറ്റ്, ലെറ്റ് മീ ഫിനിഷ്. അപ്പോ ആയതുകൊണ്ട് ആൾക്കാരുടെ മനസ്സ് മടുക്കണ്. ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ 45 ഡിഗ്രി 46 ഡിഗ്രി ചൂട്ടത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടെ പെട്രോൾ കിട്ടുന്നത് നമുക്കൊന്നല്ല. അവിടെ നിന്ന് വെള്ളം വാരിക്കൊണ്ട് പെട്രോൾ ഞങ്ങൾക്കല്ല, അവിടെ ഷെയ്ഖുമാർക്കാണ് കിട്ടുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും, വലിയൊരു പ്രശ്നമാണിത്. അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്, അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമല്ല. അങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി കാണുന്ന ഭാവി തലമുറക്ക് ജോലി കൊടുക്കുന്ന, അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവരാണ്. നിയമങ്ങൾ മാറ്റപ്പെടാത്ത നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് മാത്രം ചെയ്ത് നമ്മളിവിടെ ചെയ്താൽ മാത്രമേ കേരളം ഈ 21ൽ നിന്ന് 10ലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതിന് ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ, അതിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതിനെ സഹായിക്കുന്ന മാധ്യമപ്രവർത്തകർ, അതിനെ സഹായിക്കുന്ന പൊതുജനങ്ങൾ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. ഞാനിപ്പോ അടുത്ത പ്രാവശ്യം വാരാണസി പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അവർ ഫാക്ടറി വാസ് ഇൻ യുവർ സ്റ്റേറ്റ് കേരള, ദെൻ വി ബ്രോട്ട് ഹിയർ ആൻഡ് മോഡേണൈസ്ഡ് ദ ഫാക്ടറി, നൗ അബൌട്ട് 900 പീപ്പിൾ വർക്കിംഗ്. അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടിപ്പോവുകയും വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു. നമ്മളെല്ലാവരും ആ സമയത്ത് ഗൾഫിലേക്ക് ആൾക്കാരെ എക്സ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതിഗതികളെ പറ്റി ചിന്തിച്ചു. ഇനി എന്താ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇവിടെയുള്ളവര്, അവർ ഫ്യൂച്ചർ ജനറേഷൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ബോയ്സ് ആൻഡ് ഗേൾസ്. അവർക്ക് ജോലി വേണം, അവരുടെ അടുത്ത തലമുറ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടാവണം, അതിന് നല്ല ജോലി അവർക്ക് കിട്ടണം. ഇപ്പൊ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ യങ് ജനറേഷൻ വരെയാണ്. അവർക്ക് ജോലി കൊടുക്കേണ്ട ചുമതല അവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്കും അവരുടെ ഭരണകർത്താക്കൾക്കുമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നമ്മളാണ്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഈ സൗദിയെ ശേഷം വന്നപ്പോൾ ഏറ്റവും പോന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്കാരാണ്. അതിൽ കൂടുതൽ മലയാളികളാണ്. UAE വരുമ്പോൾ, വേറെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വരുമ്പോൾ, ആശാന്ത അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയ അവരവിടെ സെറ്റിൽ ആവുകയാണ്. അപ്പോൾ ഈ കണ്ട ആളുകൾ ഇവിടെ വന്നാൽ അവർക്ക് ഇവിടെ ജോലിയില്ല, അവരുടെ അടുത്ത തലമുറയ്ക്ക് ജോലിയില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു എൻവയറമെന്റ് ഉണ്ടാക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ മാത്രമല്ല, ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെ, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ് ഇൻ റൈറ്റ് ട്രാക്ക്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, പക്ഷെ അതെനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പം കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ ഡയറക്ടറാണ്, അദ്ദേഹത്തോടൊപ്പം കൊച്ചിൻ എയർപോർട്ട് ഡയറക്ടറാണ്. അദ്ദേഹം ഞങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചാൽ അതിന്റെ യെസ് നോ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേറ്റിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ he will take a decision. ആ ഡിസിഷൻ ബഹുമാനപ്പെട്ട കരുണാകർജി അവർ
എന്ത് ധൈര്യമായിട്ടാണ് അന്ന് കൊച്ചിൻ എയർപോർട്ട്. ഇന്നിപ്പോ ആ കൊച്ചിൻ എയർപോർട്ട് കൊണ്ട് ഇത് കേസ് സ്റ്റഡിയാണ്. ഞാൻ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു കൊച്ചിൻ എയർപോർട്ട് ഞങ്ങളുടെ ഒരു കേസ് സ്റ്റഡിയാണ്. അതേമാതിരി പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ദീർഘദൃഷ്ടിയുള്ള നേതാക്കൾ നമ്മുടെ കയ്യിൽ ഇല്ലാതല്ല. പക്ഷെ അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാവരും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ എന്തെങ്കിലുമായിട്ട് വന്ന എല്ലാവരും ഒരു അജണ്ടയായിട്ട് തുടങ്ങുക. ഇപ്പൊ പലയിടത്തും കേരളത്തിൽ താങ്കൾ അത് അടച്ചാക്ഷേപിക്കുകയാണോ, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതു സ്വഭാവം അങ്ങനെ എതിർക്കലാണോ, അല്ലെങ്കിൽ അതുമുണ്ട് എന്നതാണോ? എത്ര ശതമാനമാണ് ഞാൻ ചോദിക്കാൻ കാരണം, കേരളത്തിൽ പല സ്ഥലത്തും ഈ വികസന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഒഴിഞ്ഞു കൊടുക്കുന്നവർ, അവരുടെ കണ്ണീരും കഷ്ടപ്പാടും ഒക്കെ മാധ്യമങ്ങൾ തന്നെയാണ് ഒരുപാട് കൊടുത്തിട്ടുള്ളത്. പലർക്കും അങ്ങനെ പ്രശ്നങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും ഈ പ്രതിരോധം. ഇതെന്തിനാണ് വരുന്നത്, ഇത് ഞങ്ങളെ കുടിയൊഴിപ്പിച്ച് വേറെന്തോ വരികയാണെന്ന് തോന്നൽ. ഞാൻ പറയുന്നത്, ഒരാ ഭൂമി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ അതിന്റെ റീഹാബിലിറ്റേഷൻ പാക്കേജ് കൊടുക്കണം. അവരും മനുഷ്യരാണ്. അതുകൂടാതെ അവർക്ക് ജോലി കൊടുക്കണം. ഇപ്പൊ റീഹാബിലിറ്റേഷൻ നടത്തി കൊച്ചിൻ എയർപോർട്ടിൽ അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ടാക്സി ജോലി, ടാക്സി ഡ്രൈവർമാർ മുതൽ ഇപ്പോൾ എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ജോലി കൊടുക്കുക. അങ്ങനെയുള്ള പാക്കേജുകൾ ഉണ്ടാക്കുക. അത് ഭരണകർത്താക്കളാണ് അത് ചെയ്യേണ്ടത്. അപ്പോ അല്ലാണ്ട് അവരെ വഴിയിലിടാക്കിയിട്ട് അവരെ ഇങ്ങനെ അക്കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിലാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള ഇടപെടൽ ഇക്കാലത്ത് സർക്കാർ നടത്തുന്നുണ്ടോ? ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായാൽ മാത്രമേ ഇവിടെ പ്രൊജക്ടുകൾ നടക്കുകയുള്ളൂ. കാരണം അവർ ജനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യണം, എൻവയറൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതുകൂടാണ്ട് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. മൂന്ന് കൂട്ടർക്കും സ്വാതന്ത്ര്യം. മൂന്ന് കൂട്ടർക്കും ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? സ്വാതന്ത്ര്യം. മൂന്ന് കൂട്ടർക്കും സ്വാതന്ത്ര്യം വേണം. എല്ലാവർക്കും സ്വാതന്ത്ര്യം.